നല്ല സംവിധായകരൊക്കെ മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും പറഞ്ഞ പകരം വയ്ക്കാനില്ലാത്തൊരാളാണ് ശരിക്കും പറഞ്ഞാൽ ലോഹിതദാസ്. ലോഹിതദാസിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നാടകത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അദ്ദേഹം എങ്ങനെയാണ് ദരിദ്രനായത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അദ്ദേഹം ഒരുപാട് സിനിമകൾ എഴുതിയുള്ള ആളാണ്. അധികം സിനിമകൾ സംവിധാനം ചെയ്തില്ലെങ്കിൽ സംവിധാനം ചെയ്ത പടങ്ങളൊക്കെ നല്ല നല്ല സിനിമകളായിരുന്നു. നല്ല മെസ്സേജ് തരുന്ന സിനിമകളായിരുന്നു. നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന സിനിമകളായിരുന്നു. നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരായാലും ഒന്ന് സങ്കടപ്പെട്ട് ഒന്ന് വിതുമ്പി അതുപോലെയുള്ള ഹൃദയബന്ധങ്ങളെ അത്ര ആഴത്തിൽ അറിഞ്ഞുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വളരെ കുറച്ച് കാലം കൊണ്ടാണ് ലോഹിതദാസ് കയറി വന്നത്. ആ ലോഹിതദാസ് പെട്ടെന്ന് വാനിഷായി പോയി. പെട്ടെന്ന് മൂപ്പരെ ഒരു അറ്റാക്കിൻ്റെ രൂപത്തിൽ വന്ന് മൂപ്പരെ കൊണ്ടുപോയി. ആളിപ്പം മരിക്കേണ്ട ആളൊന്നല്ല, ആൾ ടെൻഷൻ അടിച്ച് മരിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ആകെ ഒരു ഉത്തരവാദി മാത്രമേ കസ്തൂരിമാൻ എന്ന് പറഞ്ഞൊരു സിനിമ. ആ സിനിമ മലയാളത്തിൽ ബെമ്പർ ഹിറ്റാണ്. നല്ല സിനിമയത്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാലും നമ്മൾ കൈയടിച്ച് പാസ്സാക്കും. അത് അത്രയ്ക്ക് ഹൃദയപ്രശ്യായുള്ളൊരു പടമാണ്. കുഞ്ചാക്ക ബോബനെ നമുക്ക് പണ്ടേ ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല. കുഞ്ചാക്ക ബോബനെ പോലും നമ്മൾ മനസ്സാലെ ഇഷ്ടപ്പെട്ടു പോകുന്നൊരു കഥാപാത്രമായിട്ട് ആ പടത്തിൽ കണ്ടു. നമ്മൾ ഒരു അഭിനയമൊന്നും ഇല്ലാത്തൊരു നടനാണ് ഫോട്ടോസ്റ്റാറ്റ്. പക്ഷെ അന്നത്തെ കാലത്ത് ആ കുറേ പെണ്ണുങ്ങൾ മൂപ്പരെ കൂടെ കൂടിയ കാരണം മൂപ്പര് നടനായിട്ട് ഉയർത്തെഴുന്നേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ആ പടത്തിൻ്റെ ആ കസ്തൂരിമാൻ്റെ പടത്തിൻ്റെ ഇവിടുത്തെ വിജയം കണ്ടിട്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ തമിഴിലെ വലിയൊരു പ്രൊഡ്യൂസർ അത് തമിഴിലേക്ക് ഷൂട്ടിങ് തുടങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നു. അവിടെ നിന്ന് അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി. അവിടെ പകുതി ഷൂട്ടിങ് കഴിഞ്ഞോടുകൂടിയിട്ട് പ്രൊഡ്യൂസർക്ക് മനസ്സിലായി ഈ പടം സംഗതി ഇവിടെ ക്ലിക്കാവില്ല, നമ്മൾ ഇറക്കിയ കാശൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇറക്കിയത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇനി ഇറക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ടും അദ്ദേഹം എന്തുണ്ടായി ഈ സിനിമയിൽ നിന്ന് പിന്മാറി ചെയ്ത. അതോടുകൂടി ലോഹിതദാസിൻ്റെ വലിയ പ്രതീക്ഷയാണ് തമിഴിൽ ഇതൊരു സൂപ്പർ ഹിറ്റാക്കി ആക്കണം എന്നുള്ളത്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ സൂപ്പർ ഹിറ്റ് സംവിധായകനായിട്ട് മാറുകയും ചെയ്യും. നമ്മുടെ തലവര തന്നെ മാറിപ്പോണ ഒരു സംഭവമാണ് അത്. അപ്പം നിർബന്ധിതമാവണം നമ്മൾ ആ പ്രൊഡ്യൂസർക്ക് കാശ് കൊടുത്ത് അതവരെ ഇറക്കിയ കാശ് അദ്ദേഹത്തിന് കൊടുത്ത് ഇങ്ങനെ അതിൻ്റെ പ്രൊഡ്യൂസറാവണം. ആ പ്രൊഡ്യൂസറാവണ പടം അവിടെ കഷ്ടപ്പെട്ട് എടുത്ത് ഇവിടത്തേക്കാളും നന്നാക്കി എടുത്തു, കാശും ചെലവ് ചെയ്തു. എന്നിട്ട് ആ പടം തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തപ്പോൾ 10 ആൾ പോലും തിയേറ്ററിൽ സിനിമ കാണാണ്ടായിരുന്നില്ല അന്ന്. അത്ര ദയനീയമായിട്ട് ആ സിനിമ പരാജയപ്പെട്ടു. ലോഹിതദാസിന് തന്നെ അതിന് ഇത് മനസ്സിലായില്ല. അപ്പോൾ ആ ഒരൊറ്റ സിനിമയോട് കൂടിയിട്ട് അദ്ദേഹം കടബാധിതനായി. അതോട് കൂടിയിട്ടാണ് ഇയാൾക്ക് അറ്റാക്ക് വന്നിട്ട് മരിച്ചത്.